നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും ഇന്ന് ചെറിയൊരു കോമഡി പറയാമെന്ന് കരുതി. ഇന്ന് 10 ജൂലൈ 2025. കോമഡി എന്താണെന്നല്ലേ, ഈ നാട്ടിൽ ഇന്നലെ ഒരു ബന്ദ് നടന്നു. ബന്ദ് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ന്യായമുണ്ടെങ്കിൽ സമരം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ന്യായമുള്ള സമരം വേണം. പക്ഷേ അതിൻ്റെ മുമ്പ്, സമരത്തിന് വരുന്നതിൻ്റെ മുമ്പ് 4-5 തവണ അതിൻ്റെ നേതാക്കളോട് ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് പറ്റാത്തതിന് മാത്രമാണ് സമരത്തിന് വരേണ്ടത്. കാരണം BJPയുടെ സർക്കാർ അത്രയും സ്ട്രോങ്ങാണ്. കാരണം അതവിടെ നിൽക്കട്ടെ, ഞാൻ വന്ന കാര്യം പറയാം. നമ്മളെ കേരളത്തിൽ ഒരാൾക്കും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനവും ഇതുവരെ ഇരുന്ന ഒരു MP-മാരും MLA-മാരും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ഒരാളുടെ ഒരു പോലീസ് കേസും പരിഗണിച്ചിട്ടില്ല. ഒരാളുടെയും ഒരു പരാതിയും എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ കേരളത്തിൽ നടന്നു നോക്കാം. മുമ്പൊക്കെ 1980 മുമ്പ് ഇവിടെ നിരവധി കൊപ്പറ മില്ലുകൾ പണിയെടുത്തിരുന്നു. അന്ന് ഓരോ കൊപ്പറ മില്ല് പണിയെടുത്തിരുന്നത് 200 ആൾ, 50 ആൾ, 80 ആളൊക്കെ പണിയെടുത്തിരുന്ന ആളുണ്ടായിരുന്നു. 20 ആൾ ഒക്കെ പണിയെടുത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് ലോറി തൊഴിലാളികൾ, കൊപ്പര തൊഴിലാളികൾ, അത് അരക്കുന്നത്, അതായത് ഈ സാധനം അരച്ചിട്ട് വേണം വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ നമുക്കൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു തന്നു. അതായത് ലോകത്തിലെ ഇസ്ലാം മതം എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഒരു പാഠം. കൊറോണ വൈറസ് ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ ഹിന്ദു മതക്കാരെ എങ്ങനെ കൊന്ന് നശിപ്പിക്കാമെന്ന് പിണറായി വിജയൻ ചെയ്ത് കാണിപ്പിച്ചു. കാരണം കൊറോണ വൈറസ് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് പൂട്ടിക്കെട്ടിയിട്ട് എല്ലാവരെയും കൊല്ലാനുള്ള തീരുമാനം, അതായത് ഒരാൾക്കും ജോലി കൊടുക്കാതെ, ജോലി സ്ഥാപനം ഉണ്ടാക്കാതെ കംപ്ലീറ്റ് നശിപ്പിക്കേണ്ട പണികളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റിയാൽ ഉടനെ പോയി അമേരിക്കയിലേക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ പുറത്തുനിന്നുള്ള നേഴ്സിംഗ് ഹോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഇദ്ദേഹം ഇപ്പം മൂത്രമൊഴിക്കാനും തൂറാനും ഒക്കെ അമേരിക്ക തിരഞ്ഞെടുക്കുക. അമേരിക്കയിൽ തൂറണം. കാരണം എന്ന് വിചാരിച്ചാൽ അമേരിക്കയിലുള്ളവർക്ക് ശരിക്ക് വിവരമില്ല എന്നതിൻ്റെ കണക്ക്. കാരണം ഈ ആദ്യം പന്നികളൊക്കെ കയറ്റിയിട്ട് തൂറാൻ വിടുന്നത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ഇവനൊക്കെ ആട്ടി അടിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ. കാരണം വിവരമില്ലാത്തവരെ കയറ്റി വിടരുത്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നതിൻ്റെ ശേഷം എന്തൊക്കെ അപകടങ്ങളുണ്ടായി എന്ന് നോക്കും. ഇത് നാട്ടിലെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങൾ ഇയാളോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിനൊരു മൈലിൻ്റെ വില പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു പ്രഖ്യാപനത ഇന്ന് വന്നിരിക്കണം. അതായത് ഇന്നലെ സമരം നടത്തിയത് മുഴുവൻ തെറ്റാണ്. കാരണം കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒരു കമ്പനിയില്ല. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ സാബുവിൻ്റെ ഒരു തുണി കമ്പനി ഉണ്ടായിരുന്നു, കോട്ടയത്ത്, എവിടെയാണ് കമ്പനിക്ക് കൃത്യമായിട്ട് പറയാറില്ല, കള്ളി തുണി മുതലാളി. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഏതാണ്ട് ഒരു ഷിഫ്റ്റിൽ 3000 ആളുകൾ പണിയെടുത്തിരുന്നു. അപ്പോൾ 3 ഷിഫ്റ്റിൽ 10000 ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്ക് സമരം ചെയ്യാൻ അധികാരമുണ്ട്. അവർക്ക് ന്യായമായ കാര്യങ്ങൾ, അത് ന്യായമായ, സാബുവിനായിട്ട് സംസാരിച്ചിട്ട് ന്യായമായ കാര്യങ്ങൾ, സാബു അവർക്ക് വെച്ചു കൊടുത്തിരുന്ന കാര്യങ്ങൾ, അവരുടെ ശമ്പളത്തിൻ്റെ പുറത്ത് 25% മുഴുവൻ റേഷൻ സംവിധാനങ്ങൾ ഫുള്ളായിട്ട്, മെഡിസിന്, അതിൽ നല്ല കൂടിയ ഫുഡ്, ഇതൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തിരുന്നു. ആ സാബുവിനെതിരെ സമരം ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ തയ്യാറില്ല. എന്തായാലും സമരം ചെയ്യേണ്ട വ്യവസ്ഥയുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ചെയ്യേണ്ട വ്യവസ്ഥയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടി വരും. അപ്പോൾ തൊഴിലാളികൾ സമരം ചെയ്യാം. നോക്കുകൂലി വാങ്ങുന്നവരൊക്കെ പാടെ കൂടിയിട്ട് ഇന്നലെ വലിയൊരു ബന്ദ് നടത്തി. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കഴിവുണ്ടെങ്കിൽ ഈ അക്രമം ചെയ്തവരെ ഒരാളിൽ നിന്ന് 500 കോടി രൂപ ഫൈൻ ഈടാക്കി ആരാണ് ആ ദുരിതം അനുഭവിച്ച് അവർക്ക് കൊടുക്കും. കാരണം അത്രയും തോന്നിയമാസാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിനോ, ഇന്ത്യൻ പീനൽ കോഡിനോ, ഇന്ത്യൻ പാർലമെൻറ്റിനോ, ഇന്ത്യൻ സുപ്രീം കോർട്ടിനോ അനുമതിയില്ലാത്ത ഒരു തോന്നിയാസം ചെയ്യുന്ന ഒരു ബന്ധായിപ്പോയി ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഇതാ കിടക്കുന്നു, നമ്മുടെ ശശി തിരൂർ
ശശി തിരൂരിൽ നിന്ന് വായിക്കണോ തരൂരിൽ നിന്ന് വായിക്കണോ എന്ന് എനിക്കറിയില്ല. ഇയാൾ ഒരുപാട് കാലം നീണ്ട കാലം ഇവിടെ എം പിയാണ്. ഇവിടുത്തെ കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഫുള്ളായിട്ട് ഇവിടെ ഒരാൾക്കും തൊഴിൽ സ്ഥാപനം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിടുമ്പോൾ ഇതൊക്കെ നോക്കി കണ്ട് നിൽക്കുന്ന ഇവൻ പിന്നെ അവനക്ക് എതിർപ്പുള്ള അവൻ്റെ പെണ്ണുങ്ങളെ തന്തൂരി അടുപ്പ് കൊണ്ടുപോയി ചുടാൻ വേണ്ടിയിട്ട് ഒരു അവസരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കുക നമ്മൾക്ക് എല്ലാവരും കൊടുത്തേക്കല്ലേ. അതായത് ഇയാൾക്ക് വിരോധമുള്ള പെണ്ണുങ്ങളെ തന്തൂരി അടുപ്പ് കൊണ്ടുപോയി ഇടുക. സത്യമാണോ അസത്യമാണോ അത് പറഞ്ഞവനാണ് തെറ്റ് എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. വെറുതെ തീരുമാനമെടുക്കാനല്ല. നിരപരാധിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയും ഞാൻ അത്തരത്തിൽ കേട്ടിട്ടില്ല. മാത്രമല്ല പിന്നെ എൻ്റെ പോലെ കൈ വൃത്തിയാക്കിയിട്ട് ഞാനിതുവരെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റൊന്നും ഇവിടെ ആർക്കും ഇല്ല. പിള്ളേരെ തൊഴിലാളികൾക്ക് 4 പേർക്കെങ്കിലും ഉപകാരം ചെയ്യുന്ന ഒരു സ്ഥാപനം കൊടുത്തിട്ട് ഒരു വാർഡിൽ 50 കോടി ആളുകൾ ജോലി ചെയ്യുന്ന എത്ര സ്ഥാപനം കൊടുക്കുന്നുണ്ട് ശശി തരൂർ സാറേ? ഈ നിങ്ങൾ 4 തവണ എം പി ആയില്ലേ, സമദാനി 2 തവണ എം പി ആയില്ലേ. അത് പിന്നെ എൻ്റെ നാട്ടിലുള്ള നീലകണ്ഠൻ പച്ചക്കണ്ടാണ് ഇദ്ദേഹം 2 തവണ ഇപ്പോൾ എം പി ആയിട്ടിരിക്കല്ലേ. ഒരു വാർഡിൽ ഒരാളുടെ തൊഴിൽ സ്ഥാപനം കൊണ്ടുവരായിരുന്നു, ഒരു പോലീസ് കേസിൽ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പിന്നെ എന്തും എൻ്റെ പൂർണ്ണങ്ങളെ എം പി ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് പട്ടികളെ പോലെ നായകളെ. ഈ എം പി എന്ന് പറയുന്നത് ഊമ്പാൻ പോവുക, ചത്തോല കൊണ്ടു മഞ്ഞാനാ നായക്കളെ നിങ്ങൾ പോണു. ഈ എം പി ഊമ്പന്മാരോടാണ് ചോദിക്കുന്നത്, ഇവിടുത്തെ മുഴുവൻ പോലീസുകാരോടാണ് റവന്യൂ ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കുന്നത്. നായക്കളെ, പട്ടികളെ, തെണ്ടികളെ, പരനാരികളെ. ഇത് പൂർണ്ണമാണോ നിങ്ങൾ പോണു? ഈ നാട്ടിലെ ജനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ വീടടിച്ച് പൊളിച്ചിട്ടും തകരാറ് ചെയ്തിട്ടും ലീഗേർ നിരവധി അക്രമം ചെയ്തിട്ടുണ്ട്. ഇവിടെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത നായകളെ നിങ്ങൾ പൂർണ്ണ പോകാമെന്നാണ് പറയുന്നത്. പട്ടി കൊലയടികളെ, അതെ നായിൻ്റെ മക്കളെ. ശശി തരൂർ എന്ത് യോഗ്യതയാണ് നായിൻ്റെ മോനെ നിനക്കുള്ളത്? ശശി തരൂരെ എന്ത് യോഗ്യത മുഖ്യമന്ത്രി ആയിരിക്കാൻ തനിക്ക് യോഗ്യത ഉള്ളത്? നീ 4 പെണ്ണുങ്ങളെ തന്തൂരി അടുപ്പിലിട്ട് ചുട്ടു വന്നോ? അതാണോ നിൻ്റെ യോഗ്യത? യോഗ്യത ഒന്ന് എടുത്ത് കാണിക്ക്. നിൻ്റെ മണ്ഡലത്തിൽ പിന്നെ ഒരു 10 തൊഴിൽ സ്ഥാപനം 10,000 പേര് ജോലി ചെയ്യുന്ന ഒന്ന് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? സമാധാനം എം പി കൊടുത്തിട്ടുണ്ടോ? ഊമ്പാനാ നിങ്ങൾ പോയിരിക്കണത്. നീലകണ്ഠ എം പി കൊടുത്തിട്ടുണ്ടോ? ഇവരെ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കണ നായകളെ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? പട്ടി പോലെയടികൾ. മനസ്സിലായില്ലേ? എൻ്റെ നേരെ ഇവരെ അതിക്രമം കാണിച്ചപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ട് ഇറങ്ങിയത്. മനസ്സിലായില്ലേ? ലീഗിൻ്റെ മെമ്പർമാർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് തമാശ കളിക്കാനുള്ളതൊന്നുമല്ല. ഇവിടുത്തെ പൊതുജനങ്ങൾ നിങ്ങളെ വോട്ട് തന്ന് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഊമ്പാനുള്ളതല്ല, നിങ്ങളുടെ വിരോധികളെ തന്തൂരി അടുപ്പിലിട്ട് ചുടാനുള്ളതല്ല. അതുപോലെ STPI ഊമ്പന്മാരോടൊരു കാര്യം പറയാം. മിരട്ടൽ നിൻ്റെ ഉമ്മാൻ്റെ പൂറ്റി കയറി പറിച്ചാൽ മതി. STPI ഊമ്പന്മാരോടാണ് പറയുന്നത്. നിങ്ങൾ തമ്മാടിത്തരം ചെയ്യാൻ എൻ്റെ കയ്യും എൻ്റെ അധികാരം എൻ്റെ ബുദ്ധി ഉപയോഗിക്കണ്ട. എൻ്റെ 200 ഫേസ്ബുക്ക് ഐഡികൾ നീ ഉപയോഗിച്ചിട്ട് ഞാൻ കയറ്റി വിടുന്ന ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേറെ കയറ്റിയിട്ട് അത് ഞാനാണെന്ന് പറയാം അല്ലേ? നായിൻ്റെ മക്കളെ, എനിക്കത് അറിയില്ല എന്നാണ് വിചാരിച്ചത്. ഇവിടുത്തെ പോലീസുകാർ മുഴുവൻ ഊമ്പാൻ നടക്കുന്നതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അതിനൊരു അവസരം വരും നിന്നെയൊക്കെ പൂട്ടാനും നായിൻ്റെ മക്കളെ. ഈ കൈ തെറ്റ് ചെയ്തത് പറഞ്ഞാൽ മതി, അതിൻ്റെ അപ്പുറത്തുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറയിച്ചതാണ്. കാരണം മുഖ്യമന്ത്രി പദം ദുരുപയോഗം ചെയ്ത് പിണറായി വിജയനെതിരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി പദം ജനങ്ങളെ പറ്റിച്ച് ദുരുപയോഗം ചെയ്തിട്ടുള്ള ഈ ചങ്ങായിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇയാൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യപ്രതിയാണ്. ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് വിരൽ ചാടാനുള്ള സംവിധാനം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, ഒരു തെറ്റിനെ കൊണ്ട് 10,000 തെറ്റുണ്ടായിരിക്കാം. അപ്പോൾ ഇത് കുറ്റം ചെയ്തവർക്ക് നേരെ ഉള്ളതാണ്. കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് ഇതിൽ പങ്കെടുക്കില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാകുമെന്ന് എല്ലാ ജനങ്ങളും അറിയണം. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. ആ കഴിവ് തെളിയിക്കാൻ നിങ്ങൾ കണ്ടോ? ഇപ്പോൾ 2-3 നമുക്കൊന്നും പറ്റാത്ത എം പിമാരാണ്. ഒന്ന് വന്ന് BJPയുടെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിനെ 10,000 തവണ സല്യൂട്ട് ചെയ്യണം. അത്ര കണക്കിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. രണ്ടാമത്തത്, ഞാൻ വ്യക്തിപരമായിട്ട് ആരോടും പറഞ്ഞില്ല, അതും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ മനസ്സിലായില്ലേ? അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടല്ല, അത് അധികാരം കൊണ്ടുമല്ല, മനസ്ഥിതിയാണ്. രണ്ടാമത്
നമ്മുടെ ആര്യാടിൻ്റെ മകൻ ഷൗക്കത്ത്, നിങ്ങൾ നോക്കൂ. അതേമാതിരി നമ്മുടെ ഗണേഷ് കുമാർ നോക്കൂ. ഞാനിവിടെ നിങ്ങളുടെ ഒരാളുടെ ജാതി അധിക്ഷേപിച്ചിട്ടില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജാതിയല്ല, മനുഷ്യത്വം കാണണം നിങ്ങൾ. ഓരോരുത്തരുടെ പ്രവർത്തിക്കണം, ഓരോ ഭാഗങ്ങൾ. ഇന്നലെ സമരം ചെയ്തത് മുഴുവൻ തെറ്റാണ്. അതിനൊരു ബോധവൽക്കരണം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തെണ്ടിത്തരായിട്ട് മാറും. ഇതെനിക്ക് പറയേണ്ടി വരികയാണ്. അപ്പം നല്ല ആളുകൾ, നല്ല മനുഷ്യത്വമുള്ളവർ വേണം. അവർ എൻ്റെ ജാതി, എൻ്റെ അനുജന്മാർ വേണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വേണം എന്നൊന്നും അല്ലാതെ. പക്ഷേ കാര്യങ്ങൾ വേണം. SDPIയിൽ മുഴുവനുള്ളവർ മുഴുവൻ തീവ്രവാദി അല്ല എന്ന് പറയാൻ വ്യക്തമായ കാരണങ്ങൾ വേണം, അല്ലാതെ പറ്റില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്. പിന്നെ എങ്ങനെ ഈ സാധനമൊക്കെ വന്നു എന്ന് വിശദമായി ചിന്തിക്കണം. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ചിന്തിച്ചിട്ട് വേണം നോക്കാൻ.